ദിസ് വീഡിയോ സ്പോൺസർഡ് ബൈ ബൈമോഡ് ഷോപ്പിംഗ് ആപ്പ്. ഫ്രണ്ട്സ്, ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലാ വീഡിയോകളിൽ ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അത് ഡൗൺലോഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായി. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിൽ ഒരു ചമ്മന്തിപ്പൊടി. അപ്പം ഞാൻ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇഞ്ചി, ഉള്ളി, അത് ചെറിയ ഉള്ളിയാണ്, പിന്നെ വറ്റൽമുളക്, കുരുമുളക്, കറിവേപ്പില, ഇങ്ങനെ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 തേങ്ങയാണ് ഞാനത് ചിരകി എടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. എണ്ണയിലല്ല കേട്ടോ ഞാൻ വറുക്കുന്നത്, ഞാൻ വെറുതെ ഇങ്ങനെ തവിയിൽ ഇട്ടിട്ട് വറുക്കുന്നതാണ്. പിന്നെ നമുക്ക് കടലപ്പരിപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുക്കാൻ. ഇപ്പോൾ എണ്ണയും ഇല്ല, അതുപോലെ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ നമുക്കിതൊന്ന് ആക്കിയെടുക്കണേ. ഇനി പിന്നെ നമുക്ക് അതൊന്ന് വറുത്ത് കഴിഞ്ഞ് അതിലേക്ക് വറ്റൽ മുളകിട്ടിട്ട് നമുക്കതൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ഈ കുറച്ച് തേങ്ങ ചിരകി വറുത്തെടുക്കുന്നത് കുറച്ച് പണിയാണ്, എങ്കിലും എത്ര മാസം വേണമെങ്കിലും 3-4 മാസം നമുക്ക് ഒന്നും ആവാണ്ട്, ഒരു കേടും കൂടാണ്ട്, ഒരു കെമിക്കലും ചേർക്കാണ്ട് നമുക്ക് വെക്കാം. ഇതാ തേങ്ങ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് വറുത്തെടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് കുരുമുളകും അതുപോലെ വാളംപുളിയും ആവശ്യത്തിന്, നമുക്ക് എരിവിൻ്റെ ആവശ്യത്തിനും പുളിക്ക് ആവശ്യത്തിനും വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് നല്ലോണം വറുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ മുളകും വേണമെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് തേങ്ങേൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് വറക്കാം കേട്ടോ. അപ്പോൾ അത് കരിഞ്ഞു പോവോ അങ്ങനത്തെ ഒന്നുമില്ല. ഞാനത് വറുത്തെടുത്തിട്ട് വീണ്ടും ഞാൻ നമ്മളെ തേങ്ങേൻ്റെ കൂടെ ഇട്ടിട്ട് അതെല്ലാം ഒരുമിച്ച് നമുക്ക് വറുത്തെടുക്കാം. ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് വറുത്തെടുക്കാം. നമ്മളെ ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വറുത്തെടുത്ത് ചമ്മന്തിപ്പൊടി റെഡിയാക്കി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുറച്ച് പണിയുണ്ട്, എങ്കിലും സാരമില്ല, അത് കുറേ മാസങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.